പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരും ഇരിക്കുന്ന പഴയ ഒരു ചാരു കസേരയാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ PU ഗ്ലോസി പോളിഷാണ് നമ്മൾ ഈ കസേരയിൽ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കൈകളും മാത്രം പുതിയതാണ്, ബാക്കിയെല്ലാം പഴയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ പഴയ പോളിഷ് ഇളക്കിയെടുക്കണം. അതിന് പെയിൻറ്റ് റിമൂവർ നമുക്ക് ഉപയോഗിക്കാം. പെയിൻറ്റ് റിമൂവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ വരുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ അത് അവിടെ പോയി കാണുക. ആ പെയിൻറ്റ് റിമൂവർ ഉപയോഗിക്കുന്നതിനെ പറ്റി കൂടുതൽ ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. പോളിഷ് മുഴുവനും റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് പേപ്പർ ചെയ്യണം. 120 റോൾ പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പേപ്പർ ചെയ്യാം. പേപ്പർ ചെയ്യുമ്പോൾ നമ്മളിത് ചീകിയിട്ടില്ല. അധികം സാൻഡർ പാടൊന്നും ഇല്ലാത്ത മരമാണ്, അതുകൊണ്ടാണ് ചീകാത്തത്. നന്നായി മരത്തിന് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യാതെ മരത്തിൻ്റെ ലെവലനുസരിച്ച് നന്നായി പേപ്പർ ചെയ്യുക. 120 പേപ്പറിങ് അവസാനിച്ചിട്ടുണ്ട്. പഴയ മരമൊക്കെ റിമൂവർ ഇട്ട് പേപ്പർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ മരം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പേപ്പറിംഗ് ആണ്. 120 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 150 പേപ്പറാണ് ചെയ്യുന്നത്. 150 പേപ്പർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മരത്തിൻ്റെ ഭംഗി അങ്ങ് കൂടും, അതിൻ്റെ ഫിനിഷിങ് കൂടും, അതുപോലെ തന്നെ നല്ല സ്മൂത്താവും നമ്മുടെ മരം. ശേഷം ഇനി നമുക്ക് 220 പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. 220 പേപ്പറിങ്ങോട് കൂടെ നമ്മുടെ പേപ്പറിംഗ് വർക്ക് ആദ്യഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളത് വുഡ് സ്റ്റൈനറാണ്. ഷിൻലാക്കിൻ്റെ റെഡ് ബ്രൗൺ സ്റ്റൈനറാണ്. സ്റ്റൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. ഒരു കോട്ടൺ വേസ്റ്റിൽ അല്ലെങ്കിൽ നൂൽ വേസ്റ്റോ അതുപോലത്തെ എന്തെങ്കിലും എടുത്ത് അതിലേക്ക് സ്റ്റൈനർ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് തുണിയിലാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പൊതുവേ ഡാർക്ക് കളറുകൾ ആണ് പോളിഷ് അധികം ചെയ്യാറ്. ഫർണിച്ചറാണെങ്കിലും അലമാര, ജനൽ, വാതിലൊക്കെ ഡാർക്ക് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അധികം ഡാർക്ക് കളർ തന്നെയാണ് ചെയ്യാറ്. റെഡ് ബ്രൗൺ സ്റ്റൈനർ ഉണങ്ങിയതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാൽനട്ട് സ്റ്റൈനറും നമുക്ക് റെഡ് ബ്രൗൺ എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതുപോലെ ഈ സർഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. PU സീലറാണ് ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. വീഡിയോ ലെങ്തി ആവാതിരിക്കാനാണ്. PU സീലർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സീലർ അടിച്ച് ഉണങ്ങാൻ വെക്കുക. 5-6 മണിക്കൂറുടെ ഇടവേളയ്ക്ക് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ പേപ്പർ ചെയ്യാം. 220 വാട്ടർ പേപ്പർ കൊണ്ടാണ് ഞാനിപ്പോൾ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നന്നായി പൊടിഞ്ഞു വരും. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് സാൻഡിങ് സീലർ ആപ്ലിക്കേഷൻ ചെയ്യാം. സെക്കൻഡ് കോട്ട് സീലർ അടിച്ചതും 220 പേപ്പർ കൊണ്ട് പേപ്പർ ചെയ്ത് അതിൻ്റെ മുകളിൽ ക്ലിയർ അടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് കോട്ട് എങ്ങനെയാണ് ക്ലിയർ അടിക്കേണ്ടത്, എങ്ങനെയാണ് മിക്സിംഗ് റേഷ്യോ എന്നൊക്കെ മുമ്പുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോട്ട് ക്ലിയർ അടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഗ്ലോസി ആയതുകൊണ്ട് തന്നെ പൊടിയൊന്നും തട്ടാതെ നമ്മൾ ഇതിനെ മാറ്റി വെക്കണം. ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം ചെറുതായി ഒരു 400 പേപ്പർ കൊണ്ട് പേപ്പർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് സെക്കൻഡ് കോട്ട് ക്ലിയർ അടിക്കാം. സെക്കൻഡ് കോട്ട് ക്ലിയറാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കുന്ന സമയത്ത് നമ്മുടെ നിലം പൊടിയൊന്നും പാറാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊണ്ട് നനയ്ക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പൊടിയൊന്നും വീഴാത്ത സ്ഥലത്ത് തന്നെ ഈ പോളിഷ് ചെയ്ത കസേര അല്ലെങ്കിൽ എന്താണോ പോളിഷ് ചെയ്യുന്നത്, ജനലാണെങ്കിൽ ജനൽ പാളികളൊക്കെ നമ്മൾ എടുത്ത് ക്ലിയറായി തന്നെ വെക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ കസേരയുടെ പണി ഫൈനൽ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു കോട്ട് ക്ലിയർ കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഗൾഫിലേക്ക് പെട്ടെന്ന് വരേണ്ടതുണ്ടായതുകൊണ്ട് ഈ കസേരയ്ക്ക് അതിൻ്റെ തുണി ഇടാനും ഇത് ഉപയോഗിക്കാനുമുള്ള അവസരം കിട്ടിയിട്ടില്ല. എൻ്റെ സുഹൃത്തിൻ്റെ കസേരയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കസേര എത്തിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഈ PU പോളിഷ്, ഏഷ്യൻ പെയിൻറ്റ് ഗ്ലോസി പോളിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പോളിഷിലെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അടവിടൽ, മരത്തിലെ ഹോൾസൊക്കെ അടയ്ക്കുക എന്നുള്ളത്. ആ ഭാഗം അവസാനത്തേക്ക് മാറ്റി വെച്ച് തന്നെയാണ്. ഇത് നമുക്ക് ചോക്കുപൊടി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ തേക്ക് പൗഡർ, അതുപോലെ ബ്രൗൺ ഈട്ടിപ്പൊടി എന്നൊക്കെ പറയുന്ന ബ്രൗൺ കളറുള്ള പൊടി, അതുപോലെ ലെമൺ ക്രോം എന്ന യെല്ലോ, കുറച്ച് കൂട്ടത്തിൽ റെഡ് ഓക്സൈഡ്, അതുപോലെ നമുക്ക് മരത്തിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. ആദ്യം ചോക്ക് പൗഡർ കുറച്ചെടുക്കുക, അതിലേക്ക് യെല്ലോ പൗഡർ കുറച്ച് എടുക്കുക, അതേപോലെ തേക്ക് പൗഡർ കുറച്ചെടുക്കുക. തേക്ക് പൗഡർ ഏത് മരമാണെങ്കിലും നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈട്ടിപ്പൊടി, ഇത് ബ്രൗൺ കളറുള്ള ഈട്ടിപ്പൊടി നമുക്കതുപോലെ എടുക്കാം. ഈട്ടിപ്പൊടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അധികമാവാൻ പാടില്ല, കുറച്ചെടുക്കാൻ പാടുള്ളൂ. ശേഷം ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റെഡ് ഓക്സൈഡ്, അതുപോലെ മറ്റ് കളറുകൾ മരത്തിൻ്റെ കളറിനനുസരിച്ച് ചേർക്കാം. എനിക്ക് കുറച്ച് റെഡ് ഓക്സൈഡ് വേണമെങ്കിൽ ചേർക്കാമായിരുന്നു, റെഡ് ഓക്സൈഡ് സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. കുറച്ച് റെഡ് ഓക്സൈഡ് കൂടെ ഇതിൽ കൂട്ടേണ്ടതുണ്ട് ശരിക്കും. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളർ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂടിയിലേക്ക് ഇതിനെ മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് സീലർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളർ എത്രത്തോളം എത്തിയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മരത്തിൻ്റെ കളർ കണ്ടുപിടിക്കണം. അതിന് മരത്തിൻ്റെ അടവിടേണ്ട ഭാഗത്ത് കുറച്ച് സീലർ ഇതേപോലെ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മരത്തിൻ്റെ കളർ ഏകദേശം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കളർ ഏകദേശം മാച്ചാണ്. ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് മരത്തിൻ്റെ കളറിനോട് സാമ്യമായിട്ട് വരും. കളർ കൂടുതലാണെങ്കിൽ കളർ കുറയ്ക്കാനും, കളർ കുറവാണെങ്കിൽ ഈട്ടിപ്പൊടി, തേക്ക് പൗഡറൊക്കെ ഇട്ട് നമുക്ക് കളർ കൂട്ടാനും സാധിക്കും. വീഡിയോയിൽ കാണുന്നത് പോലെ അടവ് അടയ്ക്കുക. അടവടച്ചിട്ട് ഉണങ്ങാൻ നല്ല സമയം കൊടുക്കണം. തിന്നർ കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, പക്ഷെ അതിൻ്റെ ഉറപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിന്നർ കുറച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഉണങ്ങാൻ നല്ല സമയമെടുക്കും. വലിയ കുഴികളൊക്കെ ആണെങ്കിൽ, വലിയ ഹോൾസുകളൊക്കെ ആണെങ്കിൽ ആദ്യം ബോഡി ഫില്ലറോ മെറ്റൽ പേസ്റ്റോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം ഇതുപോലെ സീലറിൽ ചോക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഈ പുട്ടി ഇടുന്നതായിരിക്കും നല്ലത്. അടവിട്ട് കഴിഞ്ഞിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം അത് പേപ്പർ ചെയ്യുന്നു. നമ്മൾ ബാക്കി പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. സ്റ്റൈൻ ചെയ്യുന്നു, സീലർ അടിക്കുന്നു, ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും. പോളിഷും സ്പ്രേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോയിലും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഗണ്ണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. ഇത് ഗണ്ണിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ ഗണ്ണ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഗണ്ണിൻ്റെ പുറത്തുള്ള അവസ്ഥ നോക്കിയിട്ട് ക്ലീൻ ആയിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഇത് 7 വർഷം പഴക്കമുള്ള ഗണ്ണാണ്. ഗണ്ണിലുള്ള മെറ്റീരിയൽ നമ്മൾ കളഞ്ഞതിന് ശേഷം ഏത് തിന്നറാണോ ആ തിന്നർ, പി യു തിന്നറാണെങ്കിൽ പി യു തിന്നർ, സാധാരണ തിന്നറാണെങ്കിൽ ആ തിന്നർ അടിഭാഗത്ത് കാൽ ഭാഗത്തിൽ താഴെ ഒഴിക്കുക. ശേഷം ഗണ്ണിൻ്റെ ക്യാപ്പ് അടച്ചിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ക്യാപ്പിൻ്റെ മുകളിലുള്ള ഹോൾസിലൂടെ തിന്നർ പുറത്തേക്ക് വരും. അപ്പോൾ കണ്ണിലേക്കൊന്നും ആവാതെ ഇരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ തിന്നർ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗണ്ണിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഗണ്ണിലുള്ള തിന്നർ മൊത്തം ക്ലിയർ ചെയ്യുക. ശേഷം വീണ്ടും മൂടി തുറക്കുക, അതിലേക്ക് തിന്നർ ഒഴിക്കുക മൂടിയിലേക്ക്. പിന്നെ ഒരു തുണി കൊണ്ട് ആ മൂടി നന്നായി ക്ലീൻ ചെയ്യുക. ഇതുപോലെ ഗണ്ണിലേക്കും തിന്നർ ഒഴിച്ച് ഗണ്ണിലുള്ള പെയിൻറ്റിൻ്റെ അംശം, പഴയ ഉണങ്ങിപ്പിടിച്ച പെയിൻ്റല്ല, ഇപ്പോൾ നിലവിൽ നമ്മൾ അടിച്ചിട്ടുള്ള പെയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ക്ലിയറിൻ്റെ അംശങ്ങൾ ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ശേഷം വീണ്ടും തിന്നർ ഗണ്ണിലേക്ക് ഒഴിച്ചിട്ട് ഗണ്ണിൻ്റെ ഹെഡ് നമുക്ക് ക്ലീൻ ചെയ്യണം. സ്പ്രേ ഗണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണത്. അത് ചെയ്യാൻ വേണ്ടി തിന്നർ ഗണ്ണിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ക്ലോത്ത് എടുത്ത്
എയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോത്ത് എടുത്ത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഉരച്ച് കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ മുൻവശമൊക്കെ കറക്റ്റ് ക്ലീനായി കിട്ടും. ഗണ്ണിൻ്റെ ഹെഡ് ഊരിയതിന് ശേഷം ഗണ്ണിൽ നിലവിൽ തിന്നറുണ്ട്. ആ തിന്നർ സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ ചെയ്ത പോലെ ഈ ഗണ്ണിൻ്റെ ഹെഡിൻ്റെ ഉൾവശം അതുപോലെ നമ്മൾ ഊരിയെടുത്തിട്ടുള്ള പാർട്ടിൻ്റെ ഉൾവശവും നമുക്ക് ക്ലീൻ ചെയ്യാം. ബേസിക് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇത്ര ചെയ്യുന്നതോടുകൂടി നിലവിലുള്ള പെയിൻറ്റിൽ നിന്ന് ഗണ്ണ് മുക്തനായിട്ടുണ്ടാവും. പെയിൻറ്റിൻ്റെ പോളിഷിൻ്റെ ഒരു അംശവും നമ്മുടെ ഗണ്ണിൽ ഉണ്ടാവുകയുമില്ല. ഗണ്ണിൻ്റെ ഫ്രണ്ടിൽ ആ ഹെഡിലുള്ള ഹോൾസുകൾ അത് പിന്നുകൊണ്ട് ക്ലിയർ ചെയ്യണമെന്ന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കംപ്രസിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ അത് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.